നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ദീപു ഇന്ദിരാദേവി. നമ്മുടെ കുടുംബ കോടതികളിലൊക്കെ കേസുകൾ വർദ്ധിക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പാണ്. ഇതുപോലെ അവിഹിത ബന്ധത്തെ സംബന്ധിച്ച് ഞാൻ 1-2 വീഡിയോ ഒക്കെ ചെയ്തു. അപ്പോൾ ഒരുപാട് പേര് വിളിച്ച് സംശയമൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നലെ തന്നെ ഒരു പെൺകുട്ടി എന്നെ വിളിച്ച് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡിന് ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ട്. ആ കാമുകിക്ക് സ്വർണ്ണക്കടയിൽ കൊണ്ടുപോയി ഗോൾഡ് മേടിച്ച് കൊടുക്കുന്നു. ആ ഒരു പെൺകുട്ടി കൂടാതെ മറ്റ് ഒരു അനവധി ലേഡീസുമായിട്ട് ആ ഭർത്താവിന് അവിഹിത ബന്ധമുണ്ട്. അതിൻ്റെ എല്ലാം സോളിഡ് എവിഡൻസ് ഉണ്ട്. എല്ലാത്തിൻ്റെയും ഇപ്പോൾ സ്വർണ്ണക്കടയിൽ പോയി സ്വർണ്ണം മേടിച്ചു കൊടുത്തതിൻ്റെ ബില്ലുണ്ട്. ബാക്കി ഇതുപോലെ മറ്റുള്ള പെൺകുട്ടികളായിട്ട് ചാറ്റ് ചെയ്യുന്നതിൻ്റെ ചാറ്റ് ഹിസ്റ്ററീസ് ഉണ്ട്, ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്, പല രീതിയിലുള്ള ഫോട്ടോഗ്രാഫ്സ്, ഒബ്സീനായിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് വരെ ഈ ലവേഴ്സിൻ്റെയൊക്കെ ഹസ്ബൻഡിൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. ഇതിനെതിരെ ഞാൻ പോലീസിൽ കൊണ്ടുപോയി ഒരു കംപ്ലയിൻറ്റ് കൊടുക്കട്ടെ, എന്തെങ്കിലും റെമഡി കിട്ടുമോ? ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ആ വീഡിയോയിൽ എടുത്ത് പറയുന്നുണ്ട്, പോലീസ് കേസൊന്നും രജിസ്റ്റർ ചെയ്യത്തില്ല. കാര്യം എന്ന് പറയുന്നത് ഈ അഡൾട്ടറി വിവാഹേതര ബന്ധം ഇപ്പോൾ ഒരു ക്രിമിനൽ ഒഫൻസ് അല്ല. 2018 മുമ്പ് അതൊരു ക്രിമിനൽ ഒഫൻസ് ആയിരുന്നു. അപ്പോൾ ഇത്തരം സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ എന്താണ് വക്കീലെ ഞങ്ങൾ ചെയ്യേണ്ടത്? ഒരു കാര്യം ചെയ്യാം, നമുക്കത് ഡൈവോഴ്സിനൊരു ഗ്രൗണ്ടായിട്ട് തീർച്ചയായിട്ടും എടുക്കാം. വിവാഹേതര ബന്ധം എന്ന് പറഞ്ഞാൽ ഡൈവോഴ്സിനൊരു ഗ്രൗണ്ട് തന്നെയാണ്. അപ്പം അടുത്ത സംശയം, അയ്യോ ഡൈവോഴ്സിന് അയാൾ പങ്കാളി സമ്മതിക്കുന്നില്ല, അപ്പം നമ്മൾ എന്ത് ചെയ്യും? പങ്കാളിയുടെ സമ്മതമില്ലാതെയും ഡൈവോഴ്സ് ഫയൽ ചെയ്യാൻ കഴിയും, കണ്ടസ്റ്റഡ് ഡിവോഴ്സ്. പക്ഷേ അത്തരത്തിൽ നമ്മൾ ഒരാൾക്ക് ഒറ്റയ്ക്ക് നിന്നുകൊണ്ടും ഡൈവോഴ്സ് ഫയൽ ചെയ്യാം. പക്ഷെ അത്തരത്തിലുള്ള ഡൈവോഴ്സ് മൊത്തത്തിൽ ഒരു ഓർഡറൊക്കെ കിട്ടാനായിട്ട് അതിന് ഒത്തിരി ഡിലേ ഉണ്ടാകും, ഒത്തിരി താമസമാണ് അതിലൊരു ജഡ്ജ്മെൻറ്റൊക്കെ വരാനായിട്ട്. അതേ ഉള്ളൂ ബുദ്ധിമുട്ട്, അല്ലാതെ കേസ് ഫയൽ ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല. മ്യൂച്വൽ ഡൈവോഴ്സ് ആണെങ്കിൽ മാത്രം മതി ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കൂടെ ഒരുമിച്ച് സിഗ്നേച്ചറൊക്കെ വേണ്ടത്. അല്ലാതെ കണ്ടസ്റ്റഡ് ഡിവോഴ്സ്, ഒറ്റയ്ക്ക് കൊടുക്കുന്ന ഡിവോഴ്സും നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റും. തീരെ അവിഹിത ബന്ധങ്ങളൊക്കെ അനവധിയുണ്ട്. തീരെ സഹിക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ഡൈവോഴ്സിന് ഓപ്ഷൻ വെക്കുക, അതേ ഉള്ളൂ അതിനകത്തൊരു മാർഗ്ഗം. പിന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് സിവിൽ കേസ് ഫയൽ ചെയ്യാം. പക്ഷേ സിവിൽ കേസ് ഫയൽ ചെയ്യുമ്പോഴത്തേക്ക് ഒരു കാര്യം അറിയണം, ഈ പറയുന്ന ഇപ്പം ഭാര്യയുടെ കാമുകനെതിരെ ആയാലും ഭർത്താവിൻ്റെ കാമുകിക്കെതിരെ ആയാലും സിവിൽ കേസൊക്കെ ഫയൽ ചെയ്യുമ്പോൾ അവരുടെ പേരിൽ പ്രോപ്പർട്ടീസൊക്കെ ഉണ്ടെങ്കിൽ, മൂവബിളോ ഇമൂവബിളോ പ്രോപ്പർട്ടീസൊക്കെ ഉണ്ടെങ്കിൽ സിവിൽ കേസൊക്കെ ഫയൽ ചെയ്തിട്ട് കാര്യമുള്ളൂ. പിന്നെ നല്ല എവിഡൻസും വേണം, സ്ട്രോങ് എവിഡൻസ്, അല്ലാതെ ചുമ്മാതെ ചെറിയ ഒരു സംശയത്തിൻ്റെ പേരിലൊന്നും അത്തരത്തിൽ കേസ് ഫയൽ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. നല്ല എവിഡൻസ് വേണം. മറ്റേ ഓപ്പോസിറ്റുള്ള വ്യക്തിയുടെ പേരിൽ ഇതാണ് മൂവബിളോ ഇമൂവബിളോ അല്ല ഒരു ഗവൺമെൻറ് എംപ്ലോയി സാലറി ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സിവിൽ കേസ് ഫയൽ ചെയ്തിട്ടും സാധ്യതയുള്ളൂ. സിവിൽ കേസൊക്കെ ഫയൽ ചെയ്യുമ്പോൾ നല്ലൊരു എമൗണ്ട് കോർട്ട് ഫീസും കാര്യങ്ങളൊക്കെ അടയ്ക്കേണ്ടിയും വരും. അപ്പോൾ അത്ര ഉറപ്പുണ്ടെങ്കിലും എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം സിവിൽ കേസ് പോവുക, അല്ലെന്നുണ്ടെങ്കിൽ ഡൈവോഴ്സ് ചെയ്യുക.